എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ സനുവിൻ്റെ സോളോ കെനലിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. സനുവിൻ്റെ ഈ ഒരു കെനലിൽ സനു പരിപാലിക്കുന്നത് ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രഡോർ, ഡോബർമാൻ, ഡാഷ് എന്നീ ബ്രീഡുകളെയാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ സനുവിൻ്റെ കെനലിലെ ഡോഗ്സിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഡോഗ്സിൻ്റെ പരിചരണം അങ്ങനെ ഉൾപ്പെടുത്തിയൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള പപ്പീസിനെ വാങ്ങിക്കാൻ പറ്റിയൊരു കെനലാണ് സനുവിൻ്റെ കെനൽ. അതുപോലെ തന്നെ നല്ല ലാബ്രഡോർസിൻ്റെ നല്ല സ്റ്റഡ് സർവീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ സനുവിൻ്റെ കെനലിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, എൻ്റെ പേര് സനു. എൻ്റെ സ്ഥലം കൊല്ലം മങ്ങാടാണ്. ഞാനിവിടെ 3 വർഷമായിട്ട് ഒരു സോളോ കെനൽ എന്ന് പറഞ്ഞൊരു കെനൽ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ മെയിനായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാബ്രഡോറാണ്. അതിനകത്ത് കൂടുതലും ഞാൻ ചെയ്യുന്ന സ്റ്റഡിങ്ങാണ്. സ്റ്റഡിങ്ങും ബ്രീഡിങ്ങും ഉണ്ട്. അതിനകത്ത് പിന്നെ എൻ്റെ കിടക്കുന്ന ബ്രീഡെന്ന് വെച്ചാൽ ഷെപ്പേർഡ് കിടപ്പുണ്ട്, പിന്നെ സ്പിറ്റ്സ് കിടപ്പുണ്ട്, ഡാഷ്, ഡോബർമാൻ. ഇത്രയാണ് ഞാൻ ഇവിടെ ചെയ്തു വരുന്നത്. തുടക്കം ലാബ് തന്നെയായിരുന്നു തുടക്കം. ഒരു ഫീമെയിലായിരുന്നു എൻ്റെ തുടക്കം. പിന്നെയാണ് ഞാൻ എനിക്ക് ഫീമെയിലിൻ്റെ എണ്ണം കൂടിയപ്പോഴാണ് ഞാൻ ഒരു മെയിലിനെ എടുത്തത്. ആദ്യമായിട്ട് ഒരു മെയിലിനെ എടുത്ത് ആ മെയിലിൻ്റെ പപ്പീസ് ഇറങ്ങി. പിന്നെ എനിക്ക് മേറ്റിക്ക് വന്നു തുടങ്ങിയോടെ ഞാൻ പിന്നെ മെയിലിൻ്റെ എണ്ണം കൂട്ടി. ഇപ്പോൾ എൻ്റെ മൊത്തത്തിൽ 4 മെയിലാണ് നിൽക്കുന്നത്. 4 പേപ്പറുള്ള മെയിലുകളാണ് നിൽക്കുന്നത്. സനു, ഇപ്പോൾ ലാബിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ലാബ്രഡോർ എല്ലാം ഏത് ബ്ലഡ് ലൈൻ വരുന്നതാണ് ഇവിടുത്തെ? കിങ്ങിൻ്റെ സണ്ണ് എൻ്റെ ഒരെണ്ണം നിൽപ്പുണ്ട്, പിന്നെ റിട്രോങ്ങിൻ്റെ ലൈനേജ് നിൽപ്പുണ്ട്. ഇതിനകത്ത് നിൽക്കുന്ന 4 പേപ്പറുള്ള മെയിലുകളാണ് നമ്മളെ മെയിനായിട്ട് നിൽക്കുന്നത്. നമ്മൾ വരുന്ന അത്യാവശ്യം നല്ല ഫീമെയിലുകളെ നമ്മളെ കിങ്ങിൻ്റെ കുട്ടിയെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്, മെയിനായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമൽ ഫീമെയിലുകളെ അല്ലാതുള്ള മെയിലുകൾ വെച്ച് ചെയ്യും. നമ്മളിവിടെ എല്ലാം പപ്പിയുടെ എല്ലാം പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നോർമലി ഞാൻ വിത്തൗട്ട് പേപ്പർ പപ്പി ഇവിടെ കൊടുക്കുന്ന 9 രൂപയ്ക്കാണ്. പിന്നെ വിത്ത് സർട്ടിഫിക്കറ്റ് ആകുമ്പോഴത്തേന് 15 ആ റേഞ്ചിലാണ് കുട്ടിയെ കൊടുക്കുന്നത്. പിന്നെ വരുന്ന ഫീമെയിൽ ലൈനേജ് അനുസരിച്ച് വരുമ്പോഴത്തേന് പപ്പീസിൻ്റെ 15 എന്നുള്ള ചിലത് 20 റേഞ്ച് കൊടുക്കുന്ന പപ്പീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ലാബ് അല്ലാതെ മറ്റുള്ള ബ്രീഡ്സിന് ആവശ്യക്കാരിവിടെ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അല്ലാതെ വരുന്നതെന്ന് വെച്ചാൽ കൂടുതലും വരുന്നത് ഷെപ്പേർഡിൻ്റെ എനിക്ക് ഓർഡർ ഒരുപാട് വരുന്നുണ്ട്. ഷെപ്പേർഡിൻ്റെ പപ്പിക്ക് വരുമ്പോൾ പിന്നെ നമ്മളെ മെയിൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പപ്പീസിനെ തന്നെ നമ്മൾ കൂടുതലെടുത്ത് കൊടുക്കാറുള്ളത്. നമ്മളിവിടെ ഫുഡ് ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ രാവിലെ ഡ്രൈ ഫുഡാണ് എല്ലാത്തിനും കൊടുക്കുന്നത്. പിന്നെ വൈകുന്നേരമാണ് ഒരു 4-5 മണിയോടെ നമ്മൾ ഇവിടെ ഫുഡ് കൊടുക്കുന്നത് ചിക്കനും റൈസുമാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ വെച്ചാൽ ആഴ്ച 2 ദിവസം മെയിലുകളെ എല്ലാത്തിനും നമ്മൾ കുളിച്ച് തന്നെ നല്ല ബ്രഷ് ചെയ്തെല്ലാം നിർത്തുന്നുണ്ട്. ഷെപ്പേർഡിനെ ആഴ്ച ഒരു വട്ടം നമ്മൾ കുളിപ്പിക്കാറുള്ളൂ. പിന്നെ മെയിലുകളെ ദേഹത്തെല്ലാം രാവിലെ നമ്മളൊന്ന് നനച്ചിട്ടേക്കും. ദേഹം നനച്ച് തന്നെ മെയിലുകളെ എല്ലാ ദിവസവും ഒന്ന് നോർമലി സാധാ വെള്ളം അടിച്ച് ഇട്ടിരിക്കാൻ. ശരീരം എപ്പോഴായാലും ഈ ഒരു ക്ലൈമറ്റിന് ചൂടാണ് ഇപ്പോൾ ഇവിടെ കൂടുതലും. സനു, ഇവിടെ നമ്മുടെ കെനലിൽ കൂടുതലും സ്റ്റഡ് ഡോഗ്സ് ആണുള്ളത്. സ്റ്റഡ് ഡോഗ്സിന് അപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഫുഡിന് വ്യത്യാസം വരുത്താറുണ്ടോ? ഫുഡിന് മെയിലുകൾക്ക് ഞാൻ ഇവിടെ മെയിനായിട്ടും നമ്മളെ നാടൻ മുട്ടയും പിന്നെ നമ്മളിവിടെ കൊടുക്കുന്ന വെച്ചാൽ പെറ്റ് പ്രൊഡ്യൂസറും കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സപ്ലിമെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ മെയിലുകൾക്ക് കൊടുത്തു വരുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് നമ്മളതിൻ്റെ ഒരു ടൈം ടേബിൾ രീതി ചെയ്തു പോയാൽ അതിനകത്ത് നമ്മൾ റിസൾട്ടിനകത്തൊരു ഫോൾട്ടോ കാര്യങ്ങളൊന്നും വീഴത്തില്ല. പിന്നെ മെയിലുകളെല്ലാം ഇവിടെ വരുന്ന ഫീമെയിലുകളെല്ലാം അങ്ങനെ റിസൾട്ട് ഒരു വീക്കായിട്ട് വീഴുന്നില്ല. എല്ലാം നമുക്ക് അതിൻ്റെ പപ്പീസും കാര്യങ്ങളെല്ലാം നല്ല വൃത്തി കിട്ടുന്നുണ്ട്. പിന്നെ ഇവന്മാർക്ക് അത്യാവശ്യം നല്ല എണ്ണം, പപ്പിക്കകത്ത് നല്ല എണ്ണം വീഴുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഇവിടെ നാടൻ മുട്ടയാണ് കൊടുക്കുന്നത്. നാടൻ മുട്ടയും കിട്ടുന്നത്. പിന്നെ നമ്മളിവിടെ കോഴിയുണ്ട്, അതിൻ്റെ മുട്ട തന്നെയാണ് കൂടുതലും കൊടുക്കുന്നത്. പിന്നെ കാടക്കോഴിയുടെ മുട്ടയും കൊടുക്കുന്നത്. കോഴിയുടെ മുട്ട കൊടുക്കുമ്പോഴത്തേന് തന്നെ നമുക്ക് അതിൻ്റെ കൗണ്ടിലും കാര്യങ്ങളെല്ലാം ഒരു വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മെയിൽ പപ്പി എടുത്തു കഴിഞ്ഞാൽ എത്ര വയസ്സ് കഴിയുമ്പോൾ തൊട്ട് അതിനെ സ്റ്റഡ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും? എൻ്റെ കയ്യിൽ ഇപ്പം നോർമലി ഒരു 13 മാസമുള്ളൊരു മെയിൽ നിൽപ്പുണ്ട്. ഞാൻ അവനെ ഒരു 16-ാമത്തെ മാസം കൊണ്ട് ഫസ്റ്റ് മേറ്റിംഗ് ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരു മാക്സിമം ഒരു 16-17 മാസം കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. ആദ്യമായിട്ട് ഒരു പപ്പി എടുക്കാനൊരു താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ പേരൻസിനെ നമ്മൾ നോക്കും. പേരൻസിനെ നോക്കിയിട്ട് അതിൻ്റെ കുട്ടിയെ എടുത്തിട്ട് അതിൻ്റെ ഹെഡ് സൈസും ബോൺ സൈസും അതിൻ്റെ ടെയിൽ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ട് നമ്മളൊരു പപ്പി എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. പിന്നെ നല്ല ലൈനേജ് അനുസരിച്ച് നോക്കാനാണെങ്കിൽ അതിൻ്റെ പേരൻസിൻ്റെ പേപ്പർ എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ബ്ലഡ് ലൈൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഷെപ്പേർഡിൻ്റെ പപ്പി എടുക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ആദ്യം പേരൻസിനകത്ത് നമ്മൾ നോക്കിയിട്ട് പിന്നെ അതിനകത്ത് മീഡിയം കോട്ട്, ലോങ് കോട്ട്, ബുഷ് കോട്ട്, ഇതിനകത്ത് 3 കോട്ട് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നമ്മൾ വീട്ടിൽ ആവശ്യത്തിനായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു മീഡിയം കോട്ട് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നമുക്ക് ബെറ്റർ. അതിൻ്റെ ഗ്രൂമിങ്ങും കാര്യങ്ങളും എല്ലാത്തിനും കൊണ്ടൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ബ്രീഡിങ്ങിനായിട്ടാണെങ്കിൽ ലോങ് കോട്ടിനെ എടുക്കുന്നതായിരിക്കും. കാരണം നമ്മളെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം ചിലവഴിഞ്ഞ് വന്ന ലോങ് കോട്ട് പപ്പീസാണ് നമ്മളെ ഇവിടുന്ന് പോകുന്നത്. ഒരു പപ്പി എടുക്കുമ്പോൾ അത് എത്ര ദിവസം കഴിഞ്ഞെടുക്കുന്നതായിരിക്കും ബെറ്റർ? ഒരു പപ്പി എടുക്കുമ്പോൾ മാക്സിമം ഒരു 45 ദിവസമെങ്കിലും നമ്മൾ കഴിഞ്ഞിട്ടേ കുട്ടി എടുക്കാവും. നോർമലി നമ്മളൊരു അതിൻ്റെ ഫീഡിങ്ങിൻ്റെ നോക്കിയിട്ടേ എടുക്കാവും. കാരണം വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടൊരു ഡോഗിനെ എടുക്കുകയാണെങ്കിൽ കാരണം ഒന്നും അറിഞ്ഞുകൂടാതെന്നുള്ളൊരു പപ്പി എടുത്തുകൊണ്ട് പോയാൽ അതിനകത്ത് കറക്റ്റായിട്ട് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മളൊരു 45 ദിവസം കഴിഞ്ഞൊരു കുട്ടി എടുക്കുമ്പോഴത്തേനും അതിൻ്റെ വാക്സിനേഷനും കാര്യങ്ങളും എല്ലാം എടുത്തൊരു കുട്ടിയായിരിക്കും. പിന്നെന്ന് വെച്ചാൽ അതിനകത്തുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കുട്ടിയെ നമ്മളെ വീട്ടിൽ ഒരു സിംഗിൾ പാർട്ടിയായിട്ട് എടുത്തുകൊണ്ട് പോയാലും നമുക്കതിനെ വീട്ടിൽ കൊണ്ടുപോയി അതിനെ ഏത് ഫുഡായാലും അതിന് ഫീഡ് ചെയ്യാൻ പറ്റും.
നമ്മളിപ്പോൾ ഒരു പപ്പി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള ഫുഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെന്നുണ്ടെങ്കിൽ എത്ര നേരം കൊടുക്കണം, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് നമ്മളിവിടെ കൊടുക്കാൻ നേരത്ത് ഞാനിവിടെ മീൻ ആദ്യം ഞാൻ ഈ പപ്പീസിനെ എടുത്തുകൊണ്ട് തന്നെ കൂടുതലും മീനെ ഞാൻ കൊടുക്കുമായിരുന്നു. എൻ്റെ കൂട്ടിങ്ങും കാര്യങ്ങൾക്കെല്ലാം മിക്ക മെയിലുകൾക്ക് ഞാൻ ഇടയ്ക്ക് ഈ ചൂട് സമയമാകുമ്പോഴത്തേക്ക് ഞാൻ കൂടുതൽ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മീനാണ്. പിന്നെ ഒരു പപ്പീസിനെ നമ്മൾ എടുത്തുകൊണ്ട് പോകുവാണെങ്കിൽ തന്നെ ഒരു ഡെയിലി ഒരു 4 വട്ടമൊക്കെ ഫീഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. അത് ആ ഒരു മെത്തേഡ് ഒരു 6 മാസം വരെയൊക്കെ പോയാൽ കുട്ടി ഒന്നുകൂടി ബെറ്ററായിട്ട് നമുക്ക് കൈ കിട്ടും. അല്ല കുഞ്ഞിലെ അതിനെ ഫീഡിങ് കുറച്ച് അതിൻ്റെ വളർച്ചയിലും അതൊരു വളർച്ച ചുരുങ്ങാനുള്ളൊരു ബാധിക്കുന്നുണ്ട്. 4 നേരത്തേന് നമുക്ക് ഈ പാക്കറ്റ് ഫുഡ് കൊടുക്കാനുള്ളൊരു ഇത് നമുക്ക് കാണത്തില്ലായിരിക്കും. അപ്പോഴത്തേനും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കടയിൽ പോയിട്ട് അവിടെ നിന്ന് അതിൻ്റെ ലിവർ കിട്ടും. അതിൻ്റെ ലിവർ എടുത്ത് പുഴുങ്ങി അതിന് കൊടുത്താൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഷവർമ കടകളിൽ പോയാൽ ഷവർമയുടെ നമ്മൾ ഇതിനടുത്ത ഈ ലെഗ് പീസും കാര്യങ്ങളെല്ലാം കിട്ടും. അതെടുത്തിട്ട് നമുക്കതിനെ പുഴുങ്ങി അതിന് കൊടുക്കുക, ഒന്നുകൂടി ഇതിൻ്റെ അകത്ത് ഗ്രോത്തും കാര്യങ്ങൾക്കും എല്ലാത്തിനും ബെറ്റർ ആയിരിക്കും. എനിക്ക് നിങ്ങളുടെ അടുത്ത് പിന്നെ ഒന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പപ്പീസിനെ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഫുഡിൻ്റെ കണക്ക് തന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് പോകേണ്ട കാര്യം അതിനെ നമ്മൾ വിരക്കി കൊടുക്കുക, മാസം വിരക്കി കൊടുക്കുക. അപ്പോൾ ഈ 45ാമത്തെ ദിവസം നമ്മൾ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ വിരയ്ക്ക് ഒരു 15ാമത്തെ ദിവസം വരെ എന്തായാലും വിരക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാസം വിരക്കി കൊടുക്കുക. അതായിരിക്കും എന്തുകൊണ്ട് പറയുക. പിന്നെ അതിൻ്റെ പേവിഷബാധയുടെ വാക്സിൻ എടുക്കും. സനു, ഇപ്പം നമ്മുടെ കയ്യിൽ തന്നെ പല ബ്രീഡ്സിലുള്ള ഡോഗ്സ് ഉണ്ട്. നമുക്കിപ്പം വീടുകളിലേക്ക് പെറ്റായിട്ട് വളർത്താൻ പറ്റുന്നതും അതുപോലെ ഒരു കാവലിനായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ബ്രീഡ്സ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ഞാനിവിടെ പെറ്റായിട്ട് വളർത്താനും ചെയ്തിട്ടുണ്ട്, പിന്നെ കാവലിനായിട്ടും വേണ്ടിയുള്ള ബ്രീഡിനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതലും എനിക്കിവിടെ പെറ്റായിട്ട് വളർത്താനുള്ള ഡോഗ്സിൻ്റെ ഓർഡറാണ് എനിക്ക് വരാറുള്ളത്. ഞാൻ അന്നേരം ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ലാബിൻ്റെ കുട്ടികളാണ് കൂടുതലും വരുന്നത്. ലാബാവുമ്പോൾ തന്നെ എല്ലാവരുമായിട്ട് കോമൺ ആയിട്ട് അത് സൈലൻറ്റുമാണ്. പിന്നെ നമുക്ക് അകത്തിട്ട് വളർത്തണമെങ്കിൽ അകത്തിട്ട് വളർത്തുകയും ചെയ്യാം. ഇതിൻ്റെ പരിപാലനം വളരെ ഈസിയാണ്. പിന്നെ ഇതിനകത്ത് ഗ്രൂമിങ്ങും കാര്യങ്ങളെല്ലാം വലുതായിട്ടൊന്നും വേണ്ട. പിന്നെ നമ്മൾ പിന്നെ അടുത്തത് ഞാൻ ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ ഡാഷ് ഹണ്ടിൻ്റെ പപ്പീസിനെ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പിറ്റ്സ് കിടപ്പുണ്ട്. ഇതിൻ്റെ പപ്പീസാണ് കൂടുതലും പെറ്റായിട്ട് കൊടുക്കുന്നത്. പിന്നെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു വല്ല വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി വല്ല വാച്ചിങ്ങിനൊക്കെ വേണ്ടി ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഡോബർമാൻ്റെ പപ്പിയും കൊടുക്കുന്നുണ്ട്, ഷെപ്പേർഡും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് പറയാൻ വാച്ചിങ്ങിന് കൂടുതലും ഡോബർമാനോ ഷെപ്പേർഡോ ഉപയോഗിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. പിന്നെ ഷെപ്പേർഡ് എടുക്കുമ്പോൾ തന്നെ വാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ കോട്ടോ ഒരു മീഡിയം കോട്ടോ ഷെപ്പേർഡിന് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. പിന്നെ ഡോർമാൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവത്തുങ്ങൾ നല്ല ശ്രദ്ധയാണ്. ഇപ്പോൾ നമ്മൾ വാച്ചിങ്ങിന് വേണ്ടി ഇടാനാണെങ്കിൽ തന്നെ ഒരു കരിയിൽ അനങ്ങിയാൽ തന്നെ അതിന് നല്ല ശ്രദ്ധയാണ്. അതുകൊണ്ടൊക്കെ നമ്മൾ ഈ ഡോബർമാൻ ഷെപ്പേർഡ് ഇങ്ങനെയുള്ള ഒരു ബ്രീഡിനെ നമ്മൾ എടുക്കുമ്പോൾ അത്യാവശ്യം അവർക്ക് ഓടി കളിക്കാനുള്ളൊരു സൗകര്യം അവർക്ക് വേണം. ഇപ്പോൾ കോമ്പൗണ്ട് ഉള്ളവർക്ക് എടുത്ത് ഇതിനെ ഇടുന്നതായിരിക്കും എന്തുകൊണ്ട് ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് അത്യാവശ്യം എല്ലാ രാവിലെയും വൈകുന്നേരം ഇവരെ തുറന്ന് വിട്ട് അവരെ ബോഡി ഒന്ന് എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. ബ്രീഡിങ്ങിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹീറ്റ് ഒരു 9ാം മാസത്തെ അത് കാണിക്കും. അതിൻ്റെ ബ്ലഡ് പോയിട്ട് ഒരു 9ാം മാസത്തെ അവരത് കാണിക്കും. നമ്മൾ മാക്സിമം ഫസ്റ്റ് ഹീറ്റ് ചെയ്യിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അതിൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും നല്ലത് സെക്കൻഡ് ഹീറ്റ് മേറ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന പപ്പീസിനായാലും ഞാൻ അവരുടെ അടുത്ത് അതിൻ്റെ മെത്തേഡ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ അതിൻ്റെ രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഹീറ്റ് ചെയ്യിക്കത്തില്ല. അപ്പോൾ സെക്കൻഡ് ഹീറ്റ് ചെയ്യിക്കുമ്പോൾ ഞാനിവിടെ മേറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡേറ്റ് എന്ന് വെച്ചാൽ 9ഉം 11ഉമാണ്. ഓയിലേഷൻ കൂടുതലുള്ള ഫീമെയിൽ ആണെങ്കിൽ 11ഉം 13ഉം ഗ്യാപ്പിട്ട് നമ്മൾ ചെയ്യിക്കുന്നുണ്ട്. അതിനകത്ത് പിന്നെ നമ്മളിന്ന് മേറ്റ് ചെയ്തുകൊണ്ട് പോയാൽ അവർക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ മേറ്റ് ചെയ്തുകൊണ്ട് പോയാൽ അതിനെ അധികം ഓവറായിട്ട് ചാടാനോ ഓടാനോ ഉള്ള സൗകര്യം ഒരുക്കി കൊടുക്കില്ല. മാക്സിമം അതിനെ കെട്ടിയെടുത്തിട്ട് പിന്നെ ഒരു 10-40 ദിവസം വരത്തേന് നമ്മളെ അതിനെ വെളിയിൽ കൊണ്ടുപോയി അതിന് നടത്തിക്കാനോ എടുക്കാനോ അതിനെ കൊണ്ടുപോയിട്ട് അതിനെ അതിനെ ഓട്ടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെന്ന് വെച്ചാൽ അതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ സപ്ലിമെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ അതിനകത്ത് കൊടുക്കാൻ നേരത്ത് ഞാൻ ഇവിടെ ഇവരടുത്ത് പറയുന്നത് വെച്ചാൽ ന്യൂട്രിഷൻ ഫോളിക് ആസിഡും അതിനകത്ത് മേറ്റ് ചെയ്തുകൊണ്ട് വന്ന് പിറ്റേ ദിവസം കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. പിന്നെ ഫുഡിൻ്റെ ഒരു നേരം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഡോഗിനാണെങ്കിൽ അതൊരു 2 നേരം ആക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. പിന്നെ ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഈ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും കൂട്ടി വെള്ളം വെച്ച് കൊടുക്കുക. വെള്ളമില്ലെങ്കിൽ തന്നെ ഇതിനകത്തൊരു ഫീമെയിലിനകത്തൊരു ബുദ്ധിമുട്ട് ബ്രീഡിങ്ങിനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. ചിലപ്പോൾ ഫീമെയിൽ മറ്റ് കുഞ്ഞുങ്ങൾക്ക് വെള്ളം കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. പിന്നൊന്ന് എനിക്ക് നിങ്ങളടുത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചില വീട്ടു പാർട്ടികളെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രീഡിങ് ആദ്യമായിട്ടുള്ള വീട്ടു പാർട്ടി ആയിരിക്കും. അന്നേരം അവരുടെ അടുത്ത് അവരറിയാൻ വേണ്ടി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെറ്റർ ടൈം എന്ന് വെച്ചാൽ ഒരു 60-65 ദിവസം ഗ്യാപ്പിലായിരിക്കും ഇതിൻ്റെ ലെറ്റർ ടൈം. പിന്നെ ഇതിനകത്ത് നമ്മളൊരു മേറ്റ് ചെയ്തുകൊണ്ട് പോയ ഒരു 30-35 ദിവസം കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് നമുക്ക് കൺസീവ് ആണോ അല്ലയോ നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. ഇതിനകത്ത് കൺസീവ് ആണെങ്കിൽ ഇത് ഒരു 28-30 ദിവസം ആകുമ്പോഴത്തേന് ഇതിനകത്ത് ഫുഡിനകത്ത് ഒരു 2-3 ദിവസം ഫീമെയിലുകൾ മടി കാണിക്കും.
ആ മടി കാണിക്കുന്നത് എന്നിട്ട് അതിനകത്ത് പിന്നെ അതിനൊരു 10 ദിവസം കൂടെ കഴിയുമ്പോഴത്തേന് എൻ്റെ നിബിൾസിനകത്ത് വ്യത്യാസം വരും. അതോടാണ് നമുക്ക് ഇതിനകത്ത് കൺസീവ് ആയെന്നൊരു നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. ഈ കൺസീവ് ആയാൽ തന്നെ നമ്മൾ ഈ ഫീമെയിലിനെ ഉടനെ ഈ കെട്ടുമൂട്ടിന്ന് അഴിച്ചു വിടാതിരിക്കുക. കാരണം എപ്പോഴായാലും ഒരു തറ നിരപ്പിലുള്ള കൂട് ഇടുക. കയറ്റവും ഇറക്കവുമായിട്ടുള്ള ഒരു കുട്ടികൾ വയറ്റിൽ കിടന്ന് തന്നെ ഡെഡ് ആവാനുള്ളൊരു ചാൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ലിറ്റർ ടൈം എടുക്കാൻ നേരത്തെ അതിനൊരു വ്യത്യാസം കാണിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒരു നല്ലൊരു സ്ഥലം അത് കണ്ടെടുത്താൻ നോക്കുന്നുണ്ട്. പിന്നെ മണ്ണിൽ പോയി കിടന്ന് മാന്തുക, പിന്നെ നമ്മൾ കെട്ടുമുട്ടി കിടന്ന് മാന്തുക. ബാക്ക് സൈഡിൽ നിന്ന് ഒരു ഓയിലി കണക്കുള്ളൊരു അഴുക്ക് ഇതിനകത്ത് പോകും. ആ ഒരു ടൈം പോകുമ്പോഴത്തേനും നിങ്ങൾ എപ്പോഴാണ് അതിനെ രാവിലെ ആയാലും രാത്രി ആയാലും അതിനെ കെയർ ആയിട്ട് നോക്കുക. ആ അഴുക്ക് പോയി തുടങ്ങിയ 24 മണിക്കൂറിനകത്ത് അതിൻ്റെ ലിറ്റർ ടൈം അത് കാണിക്കുക. അതിനെ ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് അതിനെ നമ്മൾ ലിറ്ററിന് വേണ്ടി അതിനെ സേഫ്റ്റി ആയിട്ട് മാറ്റി. പ്രസവ സമയം ആകുമ്പോഴത്തേന് നമ്മളിത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യമായിട്ട് വളർത്തുന്ന വീട്ടുകാരാണെങ്കിൽ നമ്മളിപ്പോൾ ഇതൊരു കൗതുകത്തോടെ കാണും. ചുറ്റിനും ആൾക്കാർ വന്നിട്ട് കെട്ടുമൂട്ടി നിൽക്കുക. അപ്പോഴത്തേന് അതിൻ്റെ ഉള്ളിൽ ഒരു പ്രസവ ടൈമിലേക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ലിറ്റർ ടൈം ആകുമ്പോഴത്തേന് അതിനകത്ത് ഒരാൾ മാത്രം അതിൽ കാവലിരുന്നിട്ട് ബാക്കിയുള്ളവർ ഒഴിവാക്കിയിട്ട് ഒരു അടച്ചുപൂട്ടിയുള്ളൊരു സ്ഥലത്തേക്ക് അതിന് ഇടുന്നതായിരിക്കും ബെറ്റർ. എന്തുകൊണ്ടെന്നാൽ ആളിൻ്റെ ബഹളോ പിള്ളേരെ ശല്യങ്ങളോ ഒന്നും ഇല്ലാത്തടത്തിട്ടാൽ അതിന് സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ലിറ്റർ എടുത്ത് മാറ്റാൻ കഴിയുന്നതായിരിക്കും. സനു, ഇപ്പോൾ നമ്മൾ ഒരു ഡോഗിൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫുഡിൻ്റെ കാര്യം പറയുമ്പോഴത്തേന് നമ്മൾ അതിനകത്ത് ഉപ്പ് ചേരുന്ന ഫുഡ് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടിയും പിന്നെ ചിക്കനും കൂടാണ് കൊടുക്കുന്നത്. ഈ ചൂട് ടൈം ആകുമ്പോഴത്തേന് ഈ കൂടുതലും മെയിലുകൾക്ക് ചിക്കൻ്റെ അളവ് കുറയ്ക്കും. പിന്നെ ഞാൻ കൊടുക്കാറുള്ളതെന്ന് വെച്ചാൽ ബീഫും മീനുമാണ്. ഇവിടെ നമുക്ക് അടുത്ത് മീൻ കിട്ടാനുള്ള സൗകര്യം കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും മീനാണ് ഈ ചൂട് ടൈം ആകുമ്പോഴത്തേനും നമ്മൾ കൊടുക്കുന്നത്. അന്നേരം നമുക്ക് ഈ ചിക്കൻ കൊടുക്കുന്ന കണക്ക് ബോഡി നമുക്ക് ഈ മീൻ കൊടുക്കുമ്പോൾ കിട്ടാറില്ല. അതിനകത്ത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്. നമ്മളിവിടെ വന്ന് നോക്കുമ്പോഴത്തേനും ഡോഗെല്ലാം നല്ല സൈസിൽ കിടക്കുന്നു. അപ്പോൾ അവരെ കൈ കിടക്കുന്നതിനകത്ത് പറയുന്നവരുണ്ട്, ചേട്ടാ ഞങ്ങളെ ഡോഗ് വണ്ണിക്കാറില്ല, എന്താണ് കാര്യമെന്ന്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കൂടുതലും പറയാനുള്ളതെന്ന് വെച്ചാൽ കറക്റ്റ് കാൽസ്യവും എല്ലാം കൊടുത്തിട്ട് പിന്നെ നല്ല മീൻ കുളിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവർ ചിക്കൻ അതിൻ്റെ സൈസ് കാരണമെങ്കിൽ നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്താൽ മതി. ചിക്കൻ എത്ര കൂടുന്തോറോ അപ്പോഴത്തേനും അതിൻ്റെ ഡോഗിൻ്റെ ഫാക്റ്റും കൂടാറുണ്ട്. ഓവർ ഫാക്റ്റ് ഉള്ളതിനെ നമ്മൾ എക്സസൈസ് ചെയ്യിച്ച് അതിനെ നോർമൽ രീതിയിൽ കൊണ്ടുവരിക. പിന്നെ ഒരുപാട് പേര് വിളിച്ച് പറയാറുണ്ട്, ചേട്ടാ നമ്മളെ പട്ടിയുടെ ലൂസ് മോഷൻ കാര്യങ്ങൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തെ ചോറിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. മീൻ കൊടുക്കുമ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ ഹെയർ ഉള്ള ഡോഗാണെങ്കിൽ അതിന് കോട്ടിങ്ങിനകത്ത് ഒന്നുകൂടി കൂടുതൽ കോട്ടിങ് വരാനുള്ളൊരു നല്ലൊരു ക്വാളിറ്റിയാണ് ഈ മീൻ കൊടുക്കുന്നത്. നമ്മൾ ഏറ്റവും ബെറ്റർ ചാള, മത്തി അത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ അതാകുമ്പോഴത്തേനും ഉള്ള തണുപ്പും കാര്യങ്ങളും ഉള്ളൊരു ഫിഷുമാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡോഗിന് ഞാനിവിടെ മെയിലുകൾക്ക് ഈ ചൂട് ടൈം ആ നേരത്ത് ഉപ്പില്ലാത്ത തൈര് അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളു തണുപ്പിനും റിസൾട്ട് കാര്യങ്ങൾക്കൊന്നും നമുക്ക് എന്തുകൊണ്ടും ബെറ്ററാണ്. പിന്നെന്ന് വെച്ചാൽ വാട്ടിയ മുട്ട വാട്ടി കൊടുക്കുക, അതും നല്ലൊരിതാണ്. ഇപ്പം നമുക്ക് ഡോഗ്സിന് കൂടുതലും കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തുമ്പം ഏതൊക്കെ രീതിയിലാണ് ഇതിനെ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ കൂടും പരിസരവും എത്ര ആയിട്ടായാലും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മൾ എത്ര വൃത്തിയോടെ സൂക്ഷിക്കുന്നു അത് നമുക്ക് ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് ഡോഗിനെ മാറ്റിക്കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. നോർമലി നമ്മൾ വൃത്തികേടായിട്ടിട്ടാൽ അത് പെട്ടെന്ന് ഡോഗ്സിന് അസുഖങ്ങൾ വരാറുണ്ട്. ഇപ്പം തന്നെ ലാബർ ഡോഗായാലും ഏതൊരു ഡോഗായാലും അതിനകത്ത് സ്കിൻ പ്രോബ്ലം വരാറുണ്ട്. ഓവർ ഈ തണുപ്പടിച്ച് അങ്ങനെയുള്ള ഏരിയയിലേക്ക് ഇടുമ്പോഴത്തേക്കും സ്കിൻ പ്രോബ്ലങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം അതിൻ്റെ കൂടും പരിസരവും എല്ലാം വൃത്തിയായിട്ട് എടുക്കുക. പിന്നെ ഒരു ഡോഗ്സിൻ്റെ കാലിൽ തന്നെ ഒരു മുറിവോ കാര്യങ്ങളോ വന്നാൽ അതിന് നമ്മൾ ഉടനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ ഒരു 2-3 ദിവസം ആകുമ്പോഴത്തേന് തന്നെ അതിനുള്ളിൽ പുഴു ആവുന്നതാണ്. നമ്മളത് ശ്രദ്ധിക്കത്തില്ലായിരിക്കും. നമ്മളതിൽ വരുന്നൊരു ഡോഗിനെ നമ്മൾ എങ്ങനെയൊക്കെയാലും എത്ര കെയർ ആയിട്ട് നോക്കുന്നു അത് നമുക്ക് അത്രയ്ക്കും ഗുണം ചെയ്യുന്ന കേസ് കിട്ടും.